ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിക്വിഡ് ഫേസ് വാഷുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഫേസ് വാഷിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഉണ്ടാകുന്ന ആഗ്നെ പ്രിവെൻറ്റ് ചെയ്യാനും പിമ്പിൾസിൻ്റെ മാർക്സ്, പിഗ്മെൻറ്റേഷനൊക്കെ മാറി, സൺടാനൊക്കെ മാറി, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഫേസ് വാഷാണ്. അപ്പോൾ നമുക്ക് ലിക്വിഡ് ബേസിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മാക്സിമം 15 ഡേയ്സ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിധത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം. ഡെയിലി 2 ടൈംസ് വേണം യൂസ് ചെയ്യാനായിട്ട്. മാക്സിമം ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ജെന്റിലായിട്ട് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മൾ പൗഡർ ഫോമിലുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഈ ഒരു ലിക്വിഡ് ഫേസ് വാഷ് ആയിട്ട് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മളിങ്ങനെ ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്, ജെന്റിൽ മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാമാർത്തിൻ്റെ ഗ്ലോ ഫുൾ കവറേജ് കോമ്പാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 5 ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 ഷെയ്ഡേ ഉള്ളൂ. ഒരു ഷെയ്ഡ് ഞാൻ എൻ്റെ സിസ്റ്ററിലേക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കവറേജ് കിട്ടുന്നതാണ്. ഗ്ലോ ഫുൾ കവറേജ് കോമ്പാക്റ്റ് ആണ് വിത്ത് വിറ്റമിൻ സി ആൻഡ് ടർമറിക്. SPF 30 ഉണ്ട്, PA triple+ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെയ്ഡ് സേഫ് ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാമാർത്ത് 100% നാച്ചുറൽ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആയി, പാരബൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ മാത്രമല്ല നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഷോപ്പുകളിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നാട്ടിലെ സ്റ്റോറിലൊക്കെ മാമാർത്തിൻ്റെ ഒരുവിധമുള്ള എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് മാമാർത്തിന് ആപ്പും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ മാമാർത്തിൻ്റെ എന്താ പറയുക, മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയില്ലേ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ പാക്കിങ് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും മാച്ചാവുന്ന ഷെയ്ഡ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കേട്ടോ, ഇതുപോലെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇതുപോലെ സ്പഞ്ച് കണ്ടോ, നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടിയുള്ള സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അതെടുത്തിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓരോ ഷെയ്ഡും നല്ല എന്താ പറയുക, ഫൈനായിട്ടുള്ളൊരു ഫോമാണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പഫ് വെച്ചിട്ട് കണ്ടോ. 5 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഷെയ്ഡ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐവറി ഗ്ലോ ആണ്. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേൾ ഗ്ലോ ഉണ്ട്. ഇതാണ് പേൾ ഗ്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് അതിൻ്റെ കയ്യിൽ. കുറച്ചുകൂടെ ഡീപ്പ് സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ അതിൻ്റെ സിസ്റ്ററിലേക്ക് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലിക്വിഡ് ഫേസ് വാഷ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഫേസ് വാഷ് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ടിൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്താണ് മേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മേക്ക് ചെയ്ത് പിന്നെ വീണ്ടും ഒരു ടിന്നിലേക്ക് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു ടിന്നിനകത്ത് തന്നെ തയ്യാറാക്കുകയാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ എടുത്തേക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും മാത്രം മുൾട്ടാണി മിട്ടി എടുത്താൽ മതിയാവും. അല്ലാത്തവർക്ക് ആ ഒരു ഐറ്റം സ്കിപ്പ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആക്കും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തേക്കുന്നത് നീം പൗഡറാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാരും എടുക്കണം. നീം പൗഡറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, അതായത് നമ്മുടെ സ്കിന്നിലെ ഇച്ചിങ് ഇറിറ്റേഷനൊക്കെ മാറ്റാനും ആക്നെ കുറയ്ക്കാനും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അതാണ്, അതും ഒരു ടീസ്പൂണാണ്. എല്ലാം ഈക്വൽ അനുപാതത്തിൽ എടുക്കുക കേട്ടോ. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലയുടെ പൗഡറാണ്. ഇതും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഹെയറിനും ഇത് നന്നായിട്ട് വർക്കാവുന്ന ഒന്നാണ് കേട്ടോ. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ബീട്രൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കോഫി പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാവും. മഞ്ഞൾ സ്യൂട്ടാവുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. സാൻഡൽവുഡ് പൗഡറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് നമ്മുടെ ലിക്വറൈസ് പൗഡറാണ്, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ മെയിനായിട്ടും സെൻഡാൻ മാറാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരുപാട് ബെനിഫിറ്റുള്ള ഒന്നാണ് ഈ ഒരു ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. അതും ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇന്നത്തെ ഈ എത്രയും പൗഡറും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും പൗഡർ, സാൻഡൽവുഡ്, ഓറഞ്ച് പീൽ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈൻ പൗഡർ ആവാനായിട്ട് നോക്കുക കേട്ടോ. സ്ക്രബിങ് എഫക്റ്റ് വരാതെ നോക്കണം. പിന്നെ കടലമാവോ ഗോതമ്പ് പൊടിയോ ഓട്സ് പൗഡറോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ചേർത്തേക്കുന്ന എല്ലാ പൗഡേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മളിത് ലിക്വിഡ് ബേസിലേക്ക് മാറ്റുകയാണ്. ഞാൻ ലിക്വിഡ് ബേസിലേക്ക് മാറ്റാനായിട്ട് ചേർക്കുന്നത് നമ്മുടെ റോസ് വാട്ടറും ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടറും അലോവേര ജെല്ലും ചേർക്കാം. എക്സ്ട്രീം ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ റോസ് വാട്ടർ മാത്രം ചേർക്കുക. നോർമൽ ടു ഡ്രൈ സ്കിൻ ആർക്കാണെങ്കിൽ റോസ് വാട്ടർ പ്ലസ് അലോവേര ജെല്ലും കൂടെ ചേർക്കാം. അപ്പോൾ സ്കിൻ ഡ്രൈ ആവാതെ നന്നായിട്ടൊരു മോയ്സ്ചറൈസേഷൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളതിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഏത് ജെല്ല് വേണമെങ്കിലും ചേർക്കാം. കുക്കുംബർ ജെല്ല്, ഫ്ലാക്സ് സീഡ് ജെല്ല്, ഓറഞ്ച് ജെല്ല്, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടീ ട്രീയുടെ എസൻഷ്യൽ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടിയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ പക്ക നാച്ചുറലായിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്നി വരുന്ന സ്കിൻ ടൈപ്പാണെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒക്കെ വേണമെങ്കിൽ ലാവൻഡർ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിൽ, ഒരുപാട് വാട്ടർ കൺസിസ്റ്റൻസി ആവാൻ പാടില്ല, എന്നാൽ ഭയങ്കര തിക്ക് പേസ്റ്റ് ആവാനും പാടില്ല. നമ്മളിങ്ങനെ കോരുന്ന സമയത്ത് ചെറിയൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. പിന്നെ ഇതിന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ഒരു ടൈമും കൂടി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് വെറ്റാക്കിയതിന് ശേഷം ഈ ഒരു എന്താ പറയുക, ഈ ലിക്വിഡായിട്ടുള്ള ഈ ഫേസ് വാഷ് എടുത്ത് ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 7 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് വാഷ്, ലിക്വിഡ് ഫേസ് വാഷ് തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അങ്ങ് ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മൾ നോർമൽ വാട്ടറിൽ ചേർത്താൽ ഇരിക്കില്ല കേട്ടോ. ഒന്നീ റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേര ജെല്ല് പ്ലസ് നമ്മുടെ ഗ്ലിസറിൻ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 15 ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഫേസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആ പൗഡർ ഇട്ട സ്ഥലം ഇത്തിരി ബ്രൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, നല്ലപോലെ എക്സസ് ആയിട്ടുള്ള ഓയിലുണ്ട്. ഒരു ഡള്ള് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫേസ് വാഷ് എങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ലിക്വിഡ് ഫേസ് വാഷ് ഉണ്ടല്ലോ, ഈ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക്. കണ്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമ്മൾ എടുക്കുക. നമ്മൾ ഫെറ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത ഈ ഒരു ഫേസ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് നമ്മൾ കയ്യിൽ രണ്ടിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജെന്റിലായിട്ട് മസാജ് ചെയ്യുക. ഇതിനകത്ത് സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടി ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഇല്ല, എല്ലാം ഫൈനായിട്ടുള്ള പൗഡറാണ്. എന്നാൽ പോലും നമ്മൾ ഹാർഷായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിലെ സോഫ്റ്റ്നെസ് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടേ വാഷ് ചെയ്യാമുള്ളൂ. എങ്കിലേ നമ്മുടെ ഫേസിലെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനും സെബം പ്രൊഡക്ഷനൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സ്പഞ്ച് വെച്ച് വൈപ്പ് ഓഫ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ,
ആഫ്റ്റർ വാഷ് നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. നല്ലൊരു ബ്രൈറ്റ്നസ്. അതുപോലെ തന്നെ എൻ്റെ ഫേസിൽ ആ എക്സസ് ആയിട്ടുള്ള ഓയിൽ എല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിസിബിൾ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് യൂസിലാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ ആ ഒരു ആക്നി വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് സ്കിന്നിൽ സൺടാനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും